السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فباب تحريم النياحة على الميت ولطم الخد وشق الجيب ونتف الشعر وحلقه والدعاء بالويل والثبور. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ നിന്ന് വളരെ പ്രാധാന്യത്തോടുകൂടി ഗ്രഹിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ വിരോധിക്കപ്പെട്ട ധാരാളം കാര്യങ്ങൾ വിവരിച്ചു തരുന്ന റിയാദുസ് സാലിഹീനിലെ അധ്യായങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് പുതിയ ഒരു അധ്യായമാണ്. ബാബു തഹ്രീമിൻ നിയാഹ അന്നിയാഹതു അലൽ മയ്യിതി. ഹറാമാണ് എന്ന് പറയുന്ന അധ്യായം. തഹ്രീം ഹറാമാണ്. എന്ത്? അന്നിയാഹ അലൽ മയ്യിതി, മയ്യത്തിൻ്റെ മേൽ വാവിട്ട് നിലവിളിച്ച് കരയൽ. നിയാഹത്ത് എന്ന് പറഞ്ഞാൽ വിലപിച്ചുകൊണ്ടുള്ള കരയലിനാണ് നിയാഹത്ത് എന്ന് പറയുക. മയ്യത്തിൻ്റെ പേരിൽ ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ പേരിൽ വിലപിച്ചുകൊണ്ട് പലതും എണ്ണിപ്പെറുക്കി പറഞ്ഞ് കരഞ്ഞ് വിലപിക്കുന്ന ആ സമ്പ്രദായത്തിനാണ് എന്തു പറയുക? നിയാഹത്ത് എന്ന് പറയുന്നത്. അത് കടുത്ത ഹറാമാണ്. തഹ്രീമിൻ നിയാഹത്തി അലൽ മയ്യിത്തി വലത്മിൽ ഖദ്ദി. ആ വിലാപത്തോടനുബന്ധിച്ച് നടക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയാണത്. വലത്മിൽ ഖദ്ദി. ലത്വമ എന്ന് പറഞ്ഞാൽ അടിച്ചു എന്നാണ്. ഖദ്ദ് എന്ന് പറഞ്ഞാൽ കവിൾത്തടം. അപ്പോൾ മുഖത്തടിക്കുക ഒക്കെ സങ്കടം വരുമ്പോഴുള്ള ആളുകളുടെ വിലാപ പ്രകടനങ്ങളാണ്. വലത്മിൽ ഖദ്ദി, കവളത്തടിക്കുക. ഖദ്ദ് കവിൾത്തടത്തിനാണ് ഖദ്ദ് എന്ന് പറയുക. ലത്തമ എന്ന് പറഞ്ഞാൽ അടിച്ചു, മുഖത്തടിക്കുന്നതിനാണ് ലത്തമ പറയുക. അപ്പോൾ വലത്തുമിൽ ഖദ്ദി, മുഖത്തടിക്കുക, കവളത്തടിക്കുക, അതും ഹറാമാണ്. വശക്കിൽ ജൈബി, മാറ് കീറിപ്പിളർക്കുക. അതായത് നമ്മുടെ വസ്ത്രത്തിൻ്റെ മാറത്തുള്ള ഭാഗമൊക്കെ കീറുക ഒക്കെ വിലാപ പ്രകടനത്തിൻ്റെ ജാഹിലിയ രൂപങ്ങളായിരുന്നു. ഷക്ക എന്ന് പറഞ്ഞാൽ കീറി മുറിക്കുന്നതിനാണ് ഷക്ക എന്ന് പറയുക. ഷക്കിൽ ജൈബ്, ജൈബ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ മാറുവിടം പോക്കറ്റ് ഭാഗം കീറിപ്പളർത്തുന്നതിനാണ് പറയുക. അപ്പോൾ ഷക്കിൽ ജൈബി. വനത്ഫി ശഅരി, നത്ഫ് എന്ന് പറഞ്ഞാൽ പറിച്ചെടുക്കുക. നത്തഫ എന്ന് പറഞ്ഞാൽ പറിച്ചെടുക്കുക. മുടിയൊക്കെ പറിച്ചെടുക്കുക, രോമം പറിച്ചെടുക്കുക ഒക്കെ വിലാപ പ്രകടനത്തിൻ്റെ കാര്യങ്ങളാണ്. നത്ഫു ശഅർ, മുടി പറിച്ചെറിയുക. വഹൽഖിഹി, അതുപോലെ തന്നെ തല മൊട്ടയടിക്കുക ഒക്കെ വിലാപ പ്രകടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാഹിലിയത്തിലുണ്ടായിരുന്ന കൾച്ചറുകളാണ്, സംസ്കാരങ്ങളാണ്. ദുഃഖത്തിൻ്റെ പേരിൽ മുടി മൊട്ടയടിക്കുക. വദ്ദുആഇ ബിൽ വൈലി വസ്സുബൂർ. വദ്ദുആഇ, വിളിച്ച് അട്ടഹസിക്കുക. ദുആ എന്ന് പറഞ്ഞാൽ വിളി എന്നാണ്. ഇങ്ങനെ വിളിച്ച് കരയന്നെ. ബിൽ വൈലി, വൈലി എന്ന് പറഞ്ഞാൽ എൻ്റെ നാശമേ, യാ വൈലാ, എനിക്ക് ഞാരുമില്ലല്ലോ, എനിക്കെല്ലാം പോയല്ലോ എന്നിങ്ങനെ നാശത്തിൻ്റെ പേരിലുള്ള വിളിച്ചു പറയലുകളാണ് വൈൽ. വദ്ദുആഇ ബിൽ വൈലി വസ്സുബൂർ, അതും അത് തന്നെയാണ്. എൻ്റെ കഷ്ടമേ, ഞാനാകെ നശിച്ചല്ലോ, എനിക്കിനി ആരുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിലാപ പ്രകടനങ്ങളുടെ വാക്കുകൾ ഉരുവിട്ടുകൊണ്ടുള്ള പൊട്ടിക്കരയലുകളാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഇതെല്ലാം ഹറാമാണ്. ഇതെല്ലാം ഹറാമാണ്. തഹ്രീമുൻ നിയാഹ അലൽ മയ്യിത്തി വലത്മിൽ ഖദ്ദി വശക്കിൽ ജൈബി വനത്ഫി ശഅരി വഹൽഖിഹി. ഹൽഖ് എന്ന് പറഞ്ഞാൽ ഹലക്ക, മുടി മൊട്ട വടിക്കുക.
വദ്ദുആഇ ബിൽ വൈലി വസ്സുബൂർ, നാശത്തിനും ഹലാക്കിനുമൊക്കെ വേണ്ടി എനിക്കത് വരട്ടെ ഇത് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിലാപപ്രകടനത്തിൻ്റെ കരയലാണ്. അതിൻ്റെ വിശദമായ ഭാഗങ്ങളാണ് ഈ ഹെഡിങ്ങിൽ മുഴുവനും വിവരിച്ചിട്ടുള്ളത്. ഇത് ഇസ്ലാം വളരെ കടുത്ത കുറ്റമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നിയാഹത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വാവിട്ട് നിലവിളിക്കലാണ്. അപ്പം അവിടെ നമുക്കൊരു സംശയം ഉണ്ടാവും, മരിച്ചാൽ കരയാൻ പാടില്ലേ? ഇസ്ലാം ആ വിഷയത്തിൽ വളരെ വ്യക്തവും കണിശവുമായ വിധികളാണ് പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാർ നമുക്കത് വിവരിച്ചു തരികയാണ്. വൽ ബുകാഉ അലൽ മയ്യിത്തി, ഒരാൾ മരണപ്പെട്ടതിൻ്റെ പേരിലുള്ള കരയൽ നൗആനി, അത് രണ്ട് തരമുണ്ട്. രണ്ട് വിധത്തിലാണ് മനുഷ്യൻ കരയുക. ഒന്ന് മനുഷ്യപ്രകൃതി തേടുന്ന കരയലാണ്. ആർക്കായാലും ഉണ്ടാവും സങ്കടം, ദുഃഖം. അത് ഇസ്ലാം ആക്ഷേപിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ നമ്മൾ കുറ്റക്കാരാവുകയുമില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ മരിച്ചതിൻ്റെ പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കരഞ്ഞിട്ടുണ്ട്. അത് മനുഷ്യപ്രകൃതിയാണ്. മനുഷ്യപ്രകൃതിയിൽ ഊട്ടപ്പെട്ട ഒരു വികാരമാണ് കാരുണ്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും ഉറ്റവരും ഉടയവരുമൊക്കെ വേർപിരിഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായും മനുഷ്യനിൽ ഉണ്ടാകുന്ന ഒരു പ്രവർത്തനവും പ്രതിമാസവുമാണ് അവൻ്റെ കണ്ണുനീരൊഴുകും എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കുഞ്ഞ് മരണപ്പെട്ട വേളയിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ കരയുന്ന കാഴ്ച സ്വഹാബത്ത് കണ്ടപ്പോൾ ആളുകൾ ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് അങ്ങനെ കരയുന്നത്? നിങ്ങളങ്ങനെ കരയാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നഹാ റഹ്മത്തുൻ എന്നാണ്. അത് കാരുണ്യത്തിൻ്റെ കണ്ണുനീരാണ്. വഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹി റഹമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളിൽ നിന്ന് കരുണയുള്ളവരാരോ അവരോടാണ് റബ്ബും കരുണ ചെയ്യുക. അതുകൊണ്ട് ഇതൊരു കാരുണ്യത്തിൻ്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞത് അള്ളാഹുവിൻ്റെ വിധിയിലുള്ള എതിർപ്പ് കൊണ്ടായിരുന്നില്ല എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പൊന്നോമന പുത്രനായ ഇബ്രാഹിം എന്ന കുട്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിൽ അവിടുത്തേക്കുണ്ടായ ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിലേ മരിച്ചു പോകാറാണ് പതിവുണ്ടായിരുന്നത്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു കുഞ്ഞായിരുന്നു മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഇണയിൽ ജനിച്ച ഒരു മോന് ഇബ്രാഹിം എന്ന കുട്ടി. ആ കുട്ടി മരണപ്പെടുന്ന വേളയിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, നബിയെ അങ്ങും കരയുകയാണോ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി എന്താണ്? അൽ ഐനു തദ്മഉ, കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകും. വൽ ഖൽബു യഹ്സനു, ഹൃദയത്തിൽ വലിയ സങ്കടവും ദുഃഖമൊക്കെ ഉണ്ടാകും. അതൊക്കെ സ്വാഭാവികമാണ്, അതൊന്നും തെറ്റല്ല, അതൊക്കെ മനുഷ്യന് പറഞ്ഞതാണ്. സങ്കടം ഉണ്ടാവുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ കരയും. അതൊന്നും കുറ്റല്ല, തെറ്റല്ല. എന്നാൽ അടുത്ത വശമാണ് പ്രധാനപ്പെട്ട പോയിന്റ്. വലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബുന, നമ്മുടെ റബ്ബ് തൃപ്തിപ്പെടുന്നതല്ലാതെ നമ്മൾ പറയൂല. അള്ളാഹു തൃപ്തിപ്പെടുന്നതല്ലാതെ നമ്മൾ എന്ത് ചെയ്യൂല? പറയൂല. വഇന്നാ അലാ ഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ, ഇബ്രാഹിമേ നിന്റെ വേർപാടിൽ ഞങ്ങൾ വളരെ ദുഃഖിതർ തന്നെയാണ്. പറഞ്ഞാൽ ആ കുട്ടിക്കത് മനസ്സിലാകുന്ന പറയായിട്ടൊന്നുമല്ല, ചുറ്റുഭാഗത്തുള്ളവരും കേൾക്കാൻ വേണ്ടി തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഉറ്റവരും ഉടയവരും വേർപിരിഞ്ഞു പോകുമ്പോഴുണ്ടാകുന്ന സങ്കടമാണിത് എന്ന് വിചാരിച്ച് അള്ളാഹു ഇത് എന്നിൽ നിന്ന് തട്ടിയെടുത്തല്ലോ, എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, എന്നോടെന്തിനെ അള്ളാഹ് ഇങ്ങനെ ചെയ്തത്, ഈ ക്രൂരത കാണിച്ചത് എന്നൊന്നും പറഞ്ഞ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത അവൻ്റെ ഖദാഇനെ എതിർക്കുന്ന, അതിൽ വിസമ്മതം പ്രകടിപ്പിക്കുന്ന അര വാക്ക് പോലും നമ്മൾ പറയൂല. അതാണ് ഇവിടെ പറയാൻ പാടില്ല എന്ന് പറയുന്നത്. മറിച്ച് സ്വാഭാവികമായും മനുഷ്യർ കരയുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിനെ സംബന്ധിച്ച് സുവിശേഷം അറിയിക്കപ്പെട്ടു. ആ കുഞ്ഞിനെ മുലയൂട്ടാൻ സ്വർഗത്തിൽ ആയമാര് കാത്തിരിക്കുന്നു എന്ന്.
അപ്പം അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ഉണ്ടാകുന്ന കരയൽ തെറ്റല്ല. എന്നാൽ ആക്ഷേപാർഹമായ നിഷിദ്ധമായ കരയൽ ഏതാണ്? അമ്മൻ നൗഉസാനി, രണ്ടാമത്തെ വിഭാഗം കരയൽ ഏതാണ്? ഫഹുവൽ ബുകാഉ അല്ലദീ യനൂഹു ഫീഹിൽ ഇൻസാനു നിയാഹൻ. അത് ഇസ്ലാം ആക്ഷേപിച്ചിട്ടുള്ള വിലാപത്തിൻ്റെ കരയലാണ്. അത് കാരണമായി മനുഷ്യൻ അവൻ്റെ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നു എന്നാണ്. ജനങ്ങളിൽ പല ആളുകളും ക്ഷമകേടിൻ്റെയും അക്ഷമയുടെയും സഹിക്കാനാവായ്മയുടെയും പേരിൽ പലതും വിളിച്ചു പറയും. എനിക്ക് ഈ ഗതി വന്നല്ലോ, എന്തിനാണ് എന്നെ അള്ളാഹ് ഇങ്ങനെട്ട് പഠിപ്പിക്കുന്നത്, പീഡിപ്പിക്കുന്നത്, ഞാൻ എന്ത് ചെയ്തിട്ടാ? അറിഞ്ഞുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തേ എന്നെ ഇങ്ങനെ ചെയ്യുന്നത്? ഇതൊക്കെ മനുഷ്യരിൽ സ്വാഭാവികമായി വന്നു പോകുന്ന വാക്കുകളാണ്. എല്ലാം ഹറാമാണ്, എല്ലാം ഹറാമാണ്. നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമല്ല ഇപ്പത്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലതും ചെയ്തിട്ടാ? ജീവിതത്തിൽ ഉണ്ടാകുന്ന ആൺതരികളൊക്കെ മരിച്ചു പോവുകയായിരുന്നു. അതൊരു പരീക്ഷണമായിരുന്നു. അള്ളാഹിൻ്റെ റസൂലിൻ്റെ വിയോഗത്തോടുകൂടി, മരണത്തോടുകൂടി ഇസ്ലാം നശിക്കും. ഇനി ഇവിടെ നിലനിൽപ്പുണ്ടാവില്ല. കാരണം പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് ഇതിനെ നിലനിർത്താൻ ഒരാൺതരി പോലും മുഹമ്മദിന് ബാക്കിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ശത്രുക്കൾ പരിഹസിച്ചിരുന്നു, ആക്ഷേപിക്കാറ് പതിവുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിറങ്ങിയ അധ്യായമാണ് സൂറത്തുൽ കൗസർ. ഇന്നാ അഅ്തൈനാകൽ കൗസർ. നബിയെ, താങ്കൾക്ക് നാം ധാരാളം നൽകിയിരിക്കുന്നു, ധാരാളം ധാരാളം നിഅമത്ത് നൽകിയിരിക്കുന്നു. ഫസല്ലി ലിറബ്ബിക വൻഹർ. ആകയാൽ താങ്കളുടെ രക്ഷിതാവിന് വേണ്ടി മാത്രം നിസ്കരിക്കുകയും ബലിയറുക്കുകയും ചെയ്യുക. മൂന്നാമത്തെ ആയത്തിലാണ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞത്, ഇന്ന ശാനിഅക, തീർച്ചയായും താങ്കളെ ആക്ഷേപിക്കുന്നവൻ, ഹുവൽ അബ്തർ, അവനാണ് ലക്ഷണം കെട്ടവൻ, അവനാണ് ഭാവിയില്ലാത്തവൻ, അവനാണ് പാരമ്പര്യമില്ലാത്തവൻ എന്നാണ്. ആക്ഷേപിച്ചവരിൽ പലരും മക്കൾ, നല്ല ആരോഗ്യമുള്ള മക്കളൊക്കെ ആൺമക്കളൊക്കെ ഉള്ളവരുണ്ടായിരുന്നു. പക്ഷേ അവരാരും ലോകത്ത് അറിയപ്പെട്ടില്ല. അതേ അവസരത്തിൽ ഒരാൺതരി പോലും തൻ്റേതായ പാരമ്പര്യം പറയാനിവിടെ അവശേഷിക്കാതിരുന്നിട്ടും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ നാവുകളിലൂടെ നിരന്തരമായി ഓർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രശംസിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആക്ഷേപിച്ചവർക്കാണ് ഭാവിയില്ലാതായത്. നബിയെ, നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാനില്ല. അള്ളാഹു അങ്ങയുടേതായ പേരും പ്രശസ്തിയുമൊക്കെ അത്യുന്നതങ്ങളിൽ ഉയർത്തിയിട്ടുണ്ട്. അതാണ് അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ളഹ്റക വറഫഅനാ ലക ദിക്റക. അങ്ങയുടെ പേരും പ്രശസ്തിയുമൊക്കെ നാം ഉയർത്തിയില്ലയോ എന്ന് അള്ളാഹു നബി തങ്ങളെ പ്രശംസിച്ചുകൊണ്ട് ചോദിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ചെയ്തിട്ടല്ല, അതാ ഞാൻ പറഞ്ഞു വരുന്നത്, ഉണ്ടാകുന്ന ആൺകുട്ടികളൊക്കെ മരിച്ചുപോയത്. നമ്മളൊക്കെ നാട്ടിൽ അങ്ങനെയാണ് സംഭവിക്കുക. ഉണ്ടാകുന്ന ആൺകുട്ടികളൊക്കെ മരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ ഓരോ ഇടങ്ങളിലേക്ക് ഇങ്ങനെ നടക്കാൻ തുടങ്ങും. എന്തോ സംഭവിച്ചിട്ടുണ്ട്, ആരോ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിന് മറു പ്രവർത്തനങ്ങൾ ചെയ്യാനും, കല്ലുകുത്തിയ ജാറങ്ങളിലെല്ലാം, കൊടികുത്തിയ പ്രദേശങ്ങളിലെല്ലാം പോകാനും, നിവാരണ മാർഗങ്ങൾ തേടാനും, റബ്ബല്ലാത്തവരിലേക്ക് പ്രതീക്ഷകൾ സമർപ്പിക്കുവാനുമൊക്കെ ആളുകൾ തയ്യാറാകുന്ന മേഖല ഇവിടെ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പേരിൽ പതറിയിട്ടില്ല, അതിൻ്റെ പേരിൽ വിമ്മിഷ്ടപ്പെട്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ അവിടുന്ന് സഹിച്ചു, ക്ഷമിച്ചു. എന്നാൽ കുഞ്ഞു മരണപ്പെടുന്ന വേളയിൽ അവിടുന്ന് കരഞ്ഞത് ഉണ്ടാകുന്ന ആൺകുട്ടികളൊക്കെ പോയല്ലോ എന്നോർത്തിട്ടല്ല, നേരെ മറിച്ച് അതൊരു പ്രകൃതിയാണ്, മനുഷ്യപ്രകൃതമാണ്. കാരുണ്യം ഊട്ടപ്പെട്ടിട്ടുള്ള ഹൃദയങ്ങളിൽ നിന്നെല്ലാം ദുഃഖവും സങ്കടവും ഉണ്ടാകുമ്പോൾ ആ സങ്കടം അണപൊട്ടി കണ്ണുനീരായി പുറത്തേക്ക് വരും, ഹൃദയം വേദനിക്കും. അത് തെറ്റല്ല. മറിച്ച് നിയാഹത്ത് എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ ഈ ഹെഡിങ്ങിൽ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയതുപോലെയുള്ള മാറത്തടിക്കലും കവളത്തടിക്കലും മാറുപിളർക്കലും വസ്ത്രം പിച്ചിക്കീറലും മുടി പിന്നെ പറിച്ചു കളയലും മൊട്ടയടിക്കലും എൻ്റെ നാശമേ നഷ്ടമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അട്ടഹസിച്ചുകൊണ്ടുള്ള കരയലുകളും വാവിട്ട് നിലവിളിക്കലും
അതൊക്കെയാകുന്നു. അതാണ് തെറ്റായ സംഗതി. നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ആളുകൾ ഒരുപാട് വാവിട്ട് നിലവിളിച്ച് അങ്ങനെ പൊട്ടിക്കരയും. അങ്ങനെ പൊട്ടിക്കരയാൻ ഇസ്ലാം എന്തായാലും അനുവദിച്ചിട്ടില്ല. പിന്നെ സ്വാഭാവികമായും ക്ഷമ, സഹനം അപകടത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ് വേണ്ടതെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? മനുഷ്യപ്രകൃതി അനുസരിച്ച് ദിനങ്ങൾ കഴിയും തോറും ദുഃഖം കുറഞ്ഞു വരും. പിന്നെ സഹിക്കുന്നതിനേക്കാൾ പുണ്യം തുടക്കത്തിലേയുള്ള ഫസ്റ്റ് ഷോക്കിൻ്റെ ഘട്ടത്തിൽ ഒരാൾ ക്ഷമിക്കലാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു സന്ദർഭമുണ്ട്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കുഞ്ഞു ഖബറിൻ്റെ തൊട്ട് അരികിൽ നിന്നുകൊണ്ട് ഒരു ഉമ്മ, ഒരു സഹോദരി പാവിട്ട് നിലവിളിച്ച് എന്തൊക്കെയോ പറഞ്ഞ് കരയാണ്. ആ കുട്ടി മരണപ്പെട്ട സങ്കടം ആ ഖബറിൻ്റെ സമീപത്ത് വന്ന് ആ ഉമ്മ പ്രകടിപ്പിക്കുകയാണ്. നബിതങ്ങൾ അതിലൂടെ കടന്നുപോയി. ആ സമയത്ത് ഈ കാഴ്ച കണ്ടപ്പോൾ അവരോട് പറഞ്ഞു, ഇത്തഖില്ലാ ഫസ്ബിരി, അള്ളാഹുവിനെ സൂക്ഷിക്കൂ സഹോദരി, ഇങ്ങനെ കരയല്ലേ, ക്ഷമ പാലിക്കൂ എന്നിങ്ങനെ ഉപദേശിച്ചു. ആ സമയത്ത് ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞത്, ഇലൈക അന്നി, എൻ്റെ മുന്നിൽ നിന്ന് പോകലാ നിങ്ങൾക്ക് നല്ലത്. എനിക്ക് ബാധിച്ചത് നിങ്ങൾക്കായിരുന്നുവെങ്കിൽ കാണാമായിരുന്നു. അപ്പോൾ ബാധിച്ചത് എനിക്കല്ലേ, നിങ്ങൾക്ക് പറയാൻ എളുപ്പമുണ്ട് എന്നും പറഞ്ഞ് ആ എതിർപ്പ് പ്രകടിപ്പിച്ചു ആ സ്ത്രീ. അവർക്കറിയില്ലായിരുന്നു തന്നെ ഉപദേശിച്ചത് ആരാണെന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണെന്ന് അറിയില്ലായിരുന്നു. പിന്നീടാണ് അവരോട് പറയപ്പെട്ടത്, ആരോടാണ് നിങ്ങൾ കയർത്ത് സംസാരിച്ചതെന്ന് അറിയാമോ? അള്ളാഹിൻ്റെ റസൂലാണത്. ആ സഹോദരിക്ക് വലിയ വിഷമമായി, സങ്കടമായി. ഓടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിന്നാലെ പോയി വീട്ടിലെത്തി നബിതങ്ങളോട് മാപ്പ് ചോദിച്ചു. മാപ്പാക്കണം നബിയെ, ആളറിയാതെ ഞാൻ പ്രതികരിച്ചു പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗമ്യമായ ഭാഷയിൽ പറഞ്ഞു കൊടുത്തു, സാരമില്ല, പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്നമസ്സബ്റു ഇൻദ സദമത്തിൽ ഊലാ, ഇന്നമസ്സബ്റു, തീർച്ചയായും സഹനവും ക്ഷമയുമൊക്കെ വേണ്ടത് ഇൻദ സദമത്തിൽ ഊലാ, ആദ്യ ഷോക്കിൻ്റെ സമയത്താണ്. ഒരപകടം കേട്ടപാടെ, ഒരു വാർത്ത അറിഞ്ഞപാടെയാണ് നമ്മൾ ആകെ ഷോക്കാവുക, ആകെ നമ്മൾ വല്ലാത്തൊരവസ്ഥയിലാവുക. ആ സമയത്താണ് വെപ്രാളവും കാട്ടിക്കൂട്ടലും ഒക്കെ കൂടുക. അസമയത്താണ് ക്ഷമിക്കേണ്ടതും, അതിനാണ് പ്രതിഫലമുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ ലോകത്തിനൊരു വലിയ മെസ്സേജ് നൽകുകയായിരുന്നു. അപ്പം അതും നമ്മൾ ശ്രദ്ധിക്കണം. കുറേ പ്രയാസത്തിൻ്റെ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ക്ഷമിച്ചിട്ട് കാര്യമില്ല, ആദ്യം തന്നെ ക്ഷമിക്കാൻ കഴിയണം. ഒരു മനുഷ്യൻ ഏറ്റവും സങ്കടപ്പെടുന്ന വേള എന്ന് പറഞ്ഞാൽ കരളാണ്ട് പറിച്ചു കൊണ്ടുപോകുന്ന വേദനയായിരിക്കും ഒരു പിതാവിൻ്റെയോ ഒരു മാതാവിൻ്റെയോ ഒക്കെ കുഞ്ഞാണ് മരിക്കുമ്പോൾ. എന്തുകൊണ്ടാണ് ബൈത്തുൽ ഹംദ് എന്ന് സ്വർഗത്തിൽ പ്രത്യേകം ഒരു വീട് പണിതു കൊടുക്കും അത്തരം രക്ഷിതാക്കൾക്ക് എന്ന് പറയാൻ എന്താ കാരണം? ഒരാളുടെ കുഞ്ഞ് മരിച്ചപ്പോൾ ആ വ്യക്തി ആ മരണവാർത്ത കേട്ടപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയണം. അള്ളാഹുവിനാണ് സ്തുതി, അതാർക്കാ പറയാൻ പറ്റുക? അൽഹംദുലില്ലാ, അള്ളാഹ് തന്നത് അള്ളാഹ് തിരിച്ചെടുത്തു, സാരല്ല എന്ന് പറഞ്ഞ് ക്ഷമിക്കുന്ന ആ രക്ഷിതാക്കൾക്ക് മലക്കുകളോട് അല്ലാഹു തആല പറയും, അയാൾക്ക് ബൈത്തുൽ ഹംദ് എന്ന് പേരിട്ടിട്ടുള്ള സ്വർഗീയ ഭവനം അത് അവർക്ക് വേണ്ടി അവിടെ നിർമ്മിക്കപ്പെടുകയാണ് സ്വർഗത്തിൽ എന്ന്. അതും എന്താ കാരണം? ഏറെ മനുഷ്യൻ പ്രയാസപ്പെടുന്ന, സങ്കടപ്പെടുന്ന ആദ്യഘട്ടത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ തൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാ പറയാൻ അവർക്ക് സാധ്യമായി എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട വശം. അതൊക്കെ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും കടുത്ത അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മയും ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم صل على محمد وعلى آل محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.